ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലെ തീമേശയിൽ ഇരുന്ന് ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനയും ബാലചന്ദ്ര മേനോനും. കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തോ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് രണ്ടുപേരും കൂടെ കഴിക്കുന്നത്, നമ്മുടെ സ്റ്റാൻലി നിർബന്ധിച്ചിട്ട്. എത്ര സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും ബാലചന്ദ്രനോടൊപ്പം നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കഴിഞ്ഞിരുന്ന നല്ല കുറെ നിമിഷങ്ങളും നല്ല കുറെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നമ്മുടെ അലീനയ്ക്ക് നഷ്ടമാകുന്നതിന്റെ ആ ഒരു വെപ്രാളത്തിലും പരവേശത്തിലും ആ ഒരു വേദനയിലൊക്കെ ആയതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വേറെ ഒന്നും ആ വീട് ചുറ്റുപാട് നോക്കാനോ അല്ലെങ്കിൽ തനിക്ക് ജന്മം നൽകിയ തന്റെ അച്ഛനെ ഒന്നും നോക്കാനോ ഒന്നും പറ്റുന്നില്ല. ബാലചന്ദ്രനുമായിട്ട് പിരിയാൻ പോവുകയാണല്ലോ. താൻ ഏതോ കാരാഗ്രഹത്തിൽ വന്ന് പെട്ടതുപോലെ, അല്ലെങ്കിൽ ഏതോ കാട്ടിൽ വന്ന് അകപ്പെട്ടതുപോലെ, കാട്ടിൽ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്നത് പോലെയൊക്കെ തോന്നുവാണെന്ന് നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നത് നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണില്ല. അപ്പൊ ആ ഒരു അവസ്ഥ തന്നെയാണ് അലീനയ്ക്ക്. അങ്ങനെ അലീന അവിടുത്തെ സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല, ചായ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ നിർബന്ധിക്കുകയാണ് അലീന അതെടുത്ത് കഴിക്കൂ കഴിക്കൂ കഴിക്കൂന്ന്. ഇതിപ്പം ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു മകളോട് ഒരച്ഛൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രീതിയിലൊന്നും അല്ല, എന്തോ അതിഥിയെ സ്വീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന സ്റ്റാൻലി നമ്മുടെ അലീനയോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ചായ ഊതിയാറ്റി തണുപ്പിച്ച് കുടിച്ചൂല എന്നുള്ള രീതിയിലൊക്കെ കുടിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി അല്ല ബാലചന്ദ്രനും അവിടെ ഇരുന്ന്. ഏതായാലും സ്റ്റാൻലി ഇവരോടൊപ്പം ചായ കുടിക്കാൻ കൂടി. അങ്ങനെ ചായ കുടിച്ചു. അതുപോലെ ഇവിടെ പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഉള്ള പണി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇവിടെയുള്ള പണി എന്ന് പറയുന്നത് എന്റെ പട്ടികളെ സ്നേഹിക്കുക, എന്റെ പട്ടികളുടെ പുറകെ നടക്കുക, അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടുക എന്നുള്ളത് മാത്രമാണ് എന്നും ബാലചന്ദ്രന്റെ വീട്ടിൽ പണിയെടുത്തതുപോലെ അല്ലെങ്കിൽ അവിടെ നിന്നൊരു സർവന്റിനെ പോലെ ജോലി ചെയ്തതുപോലെ ഒന്നും അലീനയ്ക്ക് ഇവിടെ ജോലി ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവക്ക് അതൊന്നും ഒരു വിഷയമല്ല സ്റ്റാൻലി, അവൾക്ക് ജോലി എടുക്കുക എന്നുള്ളതാണോ അല്ല ഇനിയിപ്പോ ജോലി ഇല്ലെന്നുള്ളതാണോ, അതൊന്നും അല്ല അവളുടെ വിഷയം എന്ന് പറയുന്നത്. അവൾക്ക് വേണ്ടത് സ്നേഹമാണ്. അവൾക്ക് കിട്ടാത്ത ഒരു സ്നേഹം ഉണ്ടല്ലോ, അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ഒരു സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം, ആ ഒരു സ്നേഹമാണ് അവൾക്ക് വേണ്ടത്. അല്ലാതെ അവൾ എത്ര ജോലി വേണേലും ഇവിടെ ചെയ്തോളും. ഇനിയിപ്പം മിസ്റ്റർ സ്റ്റാൻലി ഇവിടത്തെ ജോലികളെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ടും അവള് അതെല്ലാം തീർത്തു തരും. അവക്ക് ജോലി ഭാരം കുറഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവളല്ല അവള്. അവക്ക് വേണ്ട സ്നേഹം ഞാൻ പറഞ്ഞല്ലോ, അത് കൊടുക്കേണ്ട രീതിയിൽ സ്റ്റാൻലി കൊടുത്തു കഴിഞ്ഞാല് അലീനയ്ക്ക് വേറെ ഒന്നും വേണ്ട, അവക്ക് വേറെ ഒന്നും വേണ്ട. അവളെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരിക്കലും ഒന്നിവളോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവര് ഇവളെ അടർത്തി മാറ്റാൻ നോക്കില്ല. ഞാന് വേറൊരു ഒന്നും കൊണ്ടും അല്ല ഇവളിങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നതെന്നൊന്നും തോന്നരുത്. അവൾ അങ്ങനെയാണ്. അവളോട് ആദ്യമായിട്ട് കൂട്ടുകൂടുന്നവർക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവളെ കുറിച്ച് മനസ്സിലാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അലീന ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്, ഇനിയിപ്പം ഒത്തിരി വൈകിക്കുന്നില്ല, എനിക്ക് അങ്ങ് പാലാക്കി ചെല്ലാനുള്ളതാണല്ലോ, അപ്പൊ ഇറങ്ങുകയാണ്. അത് മാത്രമല്ല, എനിക്ക് പാലാക്കി ചെല്ലുന്നതിന് മുമ്പ് കുറച്ച് ക്ലയൻസിനെയൊക്കെ കാണാനുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ആ പറയുന്നതിനോടൊപ്പം തന്നെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുക, ഒരിക്കലും കൈവിട്ട് കളയരുത്. എനിക്ക് ഒരു തൂണായിരുന്നു ഇവള്, ആ തൂണാണ് എനിക്ക് ചാരി നിൽക്കാനുള്ള ഒരു തൂണായിരുന്നു ഇവള്. ആ തൂണിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്ന് ഒരിക്കലും കരുതരുത്. അവളെ ഞാൻ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവളെ ആവശ്യമില്ലെങ്കിൽ ആ ഒരു നിമിഷം എന്നെ ഫോൺ വിളിച്ചാൽ മതി, ഞാൻ ആ നിമിഷം തന്നെ ഓടിയെത്തും, അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ കൊണ്ടുപോയി അവളെ എൻ്റെ മോളെ തന്നെ ഞാൻ വളർത്തിക്കോളാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും അവളെ നിങ്ങൾ ആരുടെ നിർബന്ധപ്രകാരവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ അവളെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ, ഒരു ബാധ്യതയാണല്ലോ, ഇരിക്കട്ടെ, തന്റെ മകളായി പോയില്ലേ എന്നുള്ളൊരു ചിന്തയിൽ അവൾ ഒരിക്കലും ഇവിടെ നിർത്തരുത്. അവളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവളെ എൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അലീനയല്ലല്ലോ ബാലചന്ദ്രൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം അലീനയോടും യാത്ര പറയുകയാണ്, ഞാന് മോളെ കൊണ്ടുപോയി ഇവിടെ ഇട്ടിട്ട് പോവുകയാണെന്നോ ഒന്നും വിചാരിക്കരുത്, നിനക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. നിനക്ക് ഇതുവരെ നിന്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ നിന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കയ്യിലൊന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി, ആ കൈയുടെ ഉള്ളിലൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് നീ വന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് അവിടെ നിന്ന് കിട്ടാത്തത് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും. അതുകൊണ്ടാണ് നിന്നെ ഈശ്വരൻ ഇവിടെ കൊണ്ട് എത്തിച്ചത്. ചിലപ്പോൾ നിന്റെ കഷ്ടതയും കഷ്ടപ്പാടും ഒക്കെ ഇനി അങ്ങോട്ടേക്ക് മാറുമായിരിക്കാം.
അതുകൊണ്ട് മോള് വിഷമിക്കരുത്, ഞാനുണ്ട്, എന്തിനും ഏതിനും ഞാനുണ്ട്, ഒരു വിളിക്കപ്പുറം ഞാനുണ്ടെന്ന് ഓർത്തോണം, എന്താവശ്യം വന്നാലും ഈ അച്ഛനെ വിളിക്കാൻ മറക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും അലീനയുടെ തൊണ്ടയൊക്കെ ഇടറുകയാണ് കേട്ടോ. അലീനയുടെ തൊണ്ട ഇടറിയിട്ട് അലീന പറയുക, എന്തോ എനിക്കറിയില്ല, ഈ കാട്ടിനകത്ത് ഉപേക്ഷിച്ചിട്ട് പോകുകയല്ലേ, അപ്പൊ അതുപോലെ ഏതോ കാട്ടിനകത്ത് എന്നെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്റെ സഹോദരങ്ങളെയൊക്കെ നോക്കിക്കോണം, പിന്നെ അവിടെ ചെന്ന് ഒരു പ്രശ്നം അച്ഛൻ ഉണ്ടാക്കാൻ നിൽക്കരുത്, ഒരിക്കലും എന്റെ പേരിൽ ഒരു പ്രശ്നം ഇനി ആ വീട്ടിൽ ഉണ്ടാകരുത്, എന്റെ പേര് ഉച്ചരിക്കാൻ കൂടി പാടില്ല നിങ്ങളുടെ ജീവിതത്തിനിടയിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം അവിടെ മേഡം വന്നാലും ഒരു പ്രശ്നം അച്ഛനായിട്ട് ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം അതൊന്നും നീ ഇപ്പം നോക്കണ്ട, നീ ഇപ്പൊ ഇവിടത്തെ കാര്യം നോക്കുക, ഇവിടെ എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നീ വിളിക്കുക. ഒരിക്കലും ഈ കാട്ടിനകത്ത് ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയല്ല ഒരിക്കലും മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാം അച്ഛൻ എന്നെ സേഫ് ആയിട്ട് തന്നെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തോ എന്റെ മനസ്സിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളും ഒന്നും എന്റെ മനസ്സിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പൊരുത്തപ്പെട്ടു പോകുമായിരിക്കാം, എനിക്കറിയില്ല എന്ന് പറയുകയാണ്. എന്നാ പിന്നെ അച്ഛൻ പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അലീനയുടെ കൈയൊക്കെ പിടിച്ച്, അലീന മുറുക്ക പിടിച്ചേക്കോ, അതൊക്കെ പതുക്കെ വിടിപ്പിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. അലീന ഇങ്ങനെ നിന്ന് നോക്കി ചങ്കു പൊട്ടി വിങ്ങി വിങ്ങി കരയുന്ന ഒരു സീനുണ്ട് കേട്ടോ. ഏതായാലും അലീന അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അകത്തേക്ക് കയറി വാ. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന നമ്മുടെ സെർവന്റ് ഉണ്ടല്ലോ, ഇപ്പൊ സെർവന്റിനോട് പറയാണ് അവളുടെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ബാഗ് നമ്മുടെ അലീന കയ്യിൽ, ഒരു ബാഗ് ഒരെണ്ണം അലീന തൂക്കി പിടിച്ചിട്ടുണ്ട്, ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് സെർവന്റിനോട് കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ സെർവന്റ് പൗലോസ് ആണ്. അപ്പൊ പൗലോസ് ആ ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പൊ അകത്തേക്ക് കയറി പോകുന്നത് ഈ ഒരു എന്താ പറയാ, പണ്ട് നമ്മുടെ അലീന ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വീടുകളിൽ അങ്ങനെയാണ് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു റൂം തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അലീനയ്ക്ക്. അതും വെറുതെ ഒരുക്കിയൊന്നും അല്ല വെച്ചിരിക്കുന്നത്, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ അലീനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുക വേണ്ട, ആ റൂമിനകത്ത് എല്ലാ സുഖ സൗകര്യമുണ്ട്. ഒരു AC റൂം, അതിനകത്ത് തന്നെ TV, അത് കാണുമ്പോൾ തന്നെ അലീനയുടെ കണ്ണ് തള്ളി പോവാ. അപ്പം അതിനകത്തേക്ക് പൗലോസ് കയറി സാധനങ്ങളൊക്കെ കൊണ്ട് കയറുകയാണ്. അപ്പൊ അലീന ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ, ഇതാണോ എന്റെ റൂം, അപ്പൊ ഇനി ഇവിടെയാണോ ഞാന് എന്നുള്ള രീതിയിൽ. അലീനയ്ക്ക് മറ്റേ പായിലും തലകണയും മറ്റേ ഒരു ബെഡും കൂടെ കിട്ടിയ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു ശീലമാണല്ലോ. അപ്പൊ ഈ ഒരു സപ്രമഞ്ചി കട്ടിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആട്ടയെ പിടിച്ച് മെത്തേ കിടത്തുന്ന ഒരു അവസ്ഥയായി പോകും. നമ്മുടെ അലീനയ്ക്ക് അത് ഉതകില്ല. അപ്പൊ അലീനയ്ക്ക് അങ്ങ് എന്താണ്ട് പോലെ ആയി പോവാണ്. മാത്രമല്ല സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതാണ് നിന്റെ മുറി, ഇനി ഇവിടെയാണ് നീ രാത്രി പകലും ഒക്കെ കഴിച്ചു കൂട്ടാനുള്ളത്, നീ ഇവിടെയാണ്, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ഒരു ബെല്ല് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ബെല്ലിൽ, ആ ഒരു ബെല്ലിൽ നിന്റെ കൈ ഒന്ന് അമർത്തിയിട്ടുണ്ട്, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞൊടിയിണയിൽ ഇവിടെ എത്തിച്ചു തരും. ഇവിടെ എല്ലാത്തിനും ജോലിക്കാരുണ്ട്. അപ്പൊ നീ ഒരുപാട് ബുദ്ധിമുട്ടോ, നിനക്ക് വായിക്കാനുണ്ടെങ്കിൽ വായിക്കാം, നിനക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, TV കാണാനുണ്ടെങ്കിൽ TV കാണാം, അതുപോലെ നിനക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ നിനക്ക് ഇവിടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസെ ഈ ചുറ്റുവട്ടങ്ങളും ഒക്കെ നീ അവളെ ഒന്ന് കാണിച്ചു കൊടുക്കണം, ഒന്ന് പരിചയപ്പെടുത്തണം, എല്ലാം അവളെ ഒന്ന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തണം എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് ആരാ? നമ്മുടെ സ്റ്റാൻലി അല്ലേ. സ്റ്റാൻലി മറ്റേ നമ്മുടെ പൗലോസിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുക, അങ്ങ് നിസ്സാരമായിട്ട് അങ്ങ് മാറുന്ന പോലെ. സ്റ്റാൻലി അങ്ങനെയാണ്. പക്ഷെ ബാലചന്ദ്രനാണെങ്കിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കുകയും കൂടത്തിൽ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യും. അതാണല്ലോ ആരും ആഗ്രഹിക്കുന്നത്. ഈ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പുറത്തൊക്കെ പ്രകടിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ല. അപ്പം അത്രയും പറഞ്ഞു. മാത്രമല്ല അവിടെ നിനക്ക് ആവശ്യമായ ഡ്രസ്സുകളെല്ലാം ഈ പെട്ടിയിൽ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഡ്രസ്സുകളൊക്കെയാന്ന് പറയുമ്പോൾ, ഇനി നിനക്ക് പഴയ ഡ്രസ്സൊന്നും വേണ്ട, ഞാൻ പുതിയ ഡ്രസ്സെല്ലാം നിനക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്, ആ അലമാര നിറയെ നിനക്കുള്ള ഡ്രസ്സുകളാണ് എന്ന് പറയുമ്പോഴത്തേക്കും, പുതിയ ഡ്രസ്സോ, എനിക്കെല്ലാം പുതിയ ഡ്രസ്സ് മേടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നിനക്ക് പുതിയ ഡ്രസ്സ് എല്ലാം മേടിച്ചിട്ടുണ്ട്, എല്ലാം പുതിയതാണ് എന്ന് പറയുമ്പോൾ, ഞാൻ അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു, അന്ന് കീറിപ്പറിഞ്ഞ തുണികള് തുന്നി തയ്ച്ച് പിടിപ്പിച്ച് ഇട്ടോണ്ട് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടാത്ത സുഖ സൗകര്യങ്ങളൊന്നും, അപ്പൊ കിട്ടാത്ത ഡ്രസ്സുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളൊന്നും എനിക്കിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റാൻലിയോട് സംസാരിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിക്ക് അത് കേട്ടപ്പോ ചങ്ക് പടയുന്ന പോലെ ആയിപ്പോയി. കാരണം എന്തൊക്കെ പറഞ്ഞാലും തന്റെ ചോരയാണല്ലോ. തുന്നിപ്പിടിപ്പിച്ച വസ്ത്രങ്ങളും ഓരോ വീട്ടിൽ കയറി ഇറങ്ങി വസ്ത്രങ്ങൾ മേടിക്കുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ ചെന്ന് നീട്ടുക, ഇത്രയും നാളും അങ്ങനെ
എന്താ പറയുക, തെണ്ടിപ്പിറക്കി നടന്നതുപോലെ ആയിരുന്നല്ലോ തന്റെ മകള് എന്നുള്ളൊരു ബോധോദയം നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സിലുണ്ട്. പക്ഷെ സ്റ്റാൻലി അത് മുഖത്ത് കാണിക്കുന്നില്ല. എങ്കിലും നീ ഫ്രഷ് ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ റൂമിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് നമ്മുടെ സ്റ്റാൻലി ഔസേപ്പച്ചനോടും പറഞ്ഞു, ഔസേപ്പച്ചനല്ല സോറി, പൗലോസിനോടും പറഞ്ഞിട്ട് പൗലോസിനോട് ഇവിടെ എല്ലാം ചുറ്റുവട്ടങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഏതായാലും ആ റൂമിനകത്തേക്ക് കയറി നമ്മുടെ അലീനയ്ക്ക് ഏതോ കാരാഗ്രഹത്തിൽപ്പെട്ട ഒരു അവസ്ഥയാണ്. അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണെങ്കിലും നമ്മുടെ അലീനയ്ക്ക് അത് ഉതകുന്നതല്ല. അലീന ആ ബെഡൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ്. നല്ല സ്പോഞ്ച് പോലെ നല്ല പതുങ്ങിയിരിക്കുന്ന ബ്രെഡ്, സ്പ്രിങ് ഒക്കെ ഉള്ള ബെഡ്, അതുപോലെ തന്നെ വലിയൊരു അലമാര. ആ അലമാര തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നിറച്ച് നല്ല നല്ല ഡ്രസ്സുകൾ, സാരികളുണ്ട്, അതുപോലെ നൈറ്റ് ഡ്രസ്സുകളുണ്ട്, അതുപോലെ ചുരിദാറുകളുണ്ട്. അങ്ങനെ അടിപൊളി ഡ്രസ്സുകൾ ഒരു ഡ്രോയ്ക്കകത്ത് നിറയെ ഡ്രസ്സും, പിന്നെ എന്നതാ ചെരുപ്പ്, ഇഷ്ടം പോലെ ചെരുപ്പുകള്. അങ്ങനെ എന്താ പറയുക, ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ആ ഒരു അലമാരയ്ക്കകത്ത്, മേക്കപ്പ് ഐറ്റംസ്, എല്ലാ സാധനവും ആ അലമാരയ്ക്കകത്തുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അലീന അത് തൊട്ട് പോലും നോക്കത്തില്ല. നമ്മുടെ അലീനയ്ക്ക് അത് ആവശ്യമില്ല. മാത്രമല്ല അതിൽ നിന്ന് പറഞ്ഞ എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റേ ലോഹം കിടക്കുന്ന പോലെ സംഭവം ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ അലീനയ്ക്ക് ചേർത്ത് പോലും ഇല്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതില്. എന്തൊക്കെയോ മേടിച്ചു കൂട്ടി, എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി നമ്മുടെ സ്റ്റാൻലി തന്റെ മകൾക്ക് വേണ്ടി. അല്ലാതെ സ്റ്റാൻലിക്ക് അളവോ കാര്യങ്ങളോ ഒന്നും അറിയത്തുമില്ല കേട്ടോ. ഏതായാലും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് തന്റെ അച്ഛന് തന്റെ മകളുടെ അളവ് പോലും അറിയില്ലല്ലോ, അതുപോലും മനസ്സിൽ ഓർത്തില്ലല്ലോ, അതുപോലും ശ്രദ്ധിച്ചില്ലല്ലോ, എന്തൊക്കെയോ മേടിച്ചു കൂട്ടി, എന്തൊക്കെയോ കരുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അലീനയ്ക്ക് അതിൽ നിന്ന് മനസ്സിലാവുക. കാരണം അലീന എപ്പോഴും ബാലചന്ദ്രനെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബാലചന്ദ്രൻ ഈ കാര്യമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ആളാണ്. എല്ലാ കാര്യം A to Z വരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മക്കളുടെ കാര്യങ്ങളോ ആരുടെ കാര്യങ്ങളോ ആണെങ്കിലും നോക്കി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പെട്ടെന്ന് അലീനയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് ആ ഒരു പൗലോസ് എന്ന് പറയുന്ന സർവന്റ്, ഇതാണ് കുഞ്ഞിന്റെ മുറി, കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൗലോസ് അവിടെ നിന്ന്. പിന്നെ ഭക്ഷണത്തിന് എന്താണ് കുഞ്ഞിന് കഴിക്കാൻ വേണ്ടത്, ഉച്ചയ്ക്ക് എന്താണ് വേണ്ടത്, വൈകിട്ട് ചപ്പാത്തിയാണോ, എന്താ കഴിക്കുന്നത്, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് അതിനൊന്നും മറുപടി പറയാൻ പോലും പറ്റണില്ല. എന്തെങ്കിലും എപ്പോഴെങ്കിലും കിട്ടിയാൽ എന്നുള്ളതല്ലാതെ വയറു നിറച്ച് ഒരു നേരത്തെ ആഹാരം പോലും അലീന കഴിച്ചിരുന്നില്ല പണ്ടൊന്നും. പിന്നെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് വന്നപ്പോഴാണ് കുറച്ച് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ അലീനയ്ക്ക് എന്തിനാണ് ഈ സുഖ സൗകര്യങ്ങൾ എന്നൊക്കെ അലീനയ്ക്ക് തന്നെ തോന്നിപ്പോവുക. എന്തെങ്കിലും മതി അലീനയ്ക്ക്. അങ്ങനെ ഔസേപ്പച്ചനല്ല സോറി, എപ്പോഴും പേര് മാറിപ്പോകുന്നുണ്ട്, പൗലോസിനോട് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഒരു നേരത്തെ ആഹാരം, എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം, അതിപ്പോ 3 നേരമോ കിട്ടണം എന്നൊന്നുമില്ല, ഒരു ദിവസം 1 നേരമോ 2 നേരമോ ഒക്കെ മാത്രം അങ്ങനെ കിട്ടിയാലും മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ കുഞ്ഞങ്ങനെ പറയുന്നത്, അല്ല ഞാൻ അലീന എന്ന് വിളിക്കണോ കുഞ്ഞെന്ന് വിളിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പം എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങൾ അത് വിളിച്ചോ, ഒരിക്കലും ഞാൻ ഇവിടുത്തെ മുതലാളിയോ അല്ലെങ്കിൽ എന്നെ മേഡം എന്നാട്ടോ ആദ്യം വിളിക്കുന്നത്, മേഡത്തിന് എന്താണ് വേണ്ടതെന്നാ ചോദിക്കുന്നത്. അപ്പം പറഞ്ഞു ഒരിക്കലും എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്ക് അലീന എന്നൊരു പേരുണ്ട്, അലീന എന്നോ അല്ലെങ്കിൽ മോളെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു അലീനയുടെ വിനയം കാണുമ്പോഴത്തേക്കും തന്നെ എന്തോ ഈ പറയുന്ന നമ്മുടെ പൗലോസിനും ഒക്കെ എന്തോ തോന്നുന്നുണ്ട്. അപ്പൊ ഏതായാലും പൗലോസ് കിച്ചണിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ സർവന്റും അതുപോലെ തന്നെ ഡ്രൈവർ ബൈജു ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അലീനയെ കുറിച്ച് വിവരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെവിടെന്നാ ഇപ്പൊ ഇങ്ങനെ ഒരു കൊച്ചു ചാടി വന്നത്, അല്ല ഈ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ, കേണൽ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ, ഈ കേണൽ മോള് തന്നെയാണോ, അതോ ഇനിയിപ്പൊ വേറെ ആരുടെയെങ്കിലും, ഇത് എത്ര പെട്ടെന്ന് ഒരു മോള് പൊട്ടി ജനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെ പണ്ട് അങ്ങ് ആഗ്രയിലല്ലായിരുന്നു, അപ്പൊ അവിടെ വെച്ചുള്ള ബന്ധമെല്ലാം ആയിരിക്കും, സത്യമായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് എത്ര ധൈര്യത്തോടു കൂടിയാ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് അവിഹിതത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കയറ്റി താമസിപ്പിക്കുന്നു. ഇതൊക്കെ ഔതക്കുട്ടിച്ചായൻ അറിഞ്ഞാൽ എന്തായിരിക്കും ഇത് പറയുമ്പോഴത്തേക്കും പൗലോസ് പറയുന്നുണ്ട്, ഇതൊന്നും പറയാൻ വേണ്ടി പോവണ്ട, ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് ആന്റപ്പനും ഉണ്ട് കേട്ടോ, നമ്മുടെ ആന്റപ്പനുണ്ടല്ലോ, ആന്റപ്പനും ഉണ്ട്. പിന്നെ ആന്റപ്പനാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് റൂമിലേക്ക് ചെന്നത്. പൗലോസോ ആന്റപ്പനോ അതിൽ ഒരാളാണ് കേട്ടോ. അപ്പൊ ആന്റപ്പനും പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ഇനിയിപ്പം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയല്ലേ പ്രശ്നം, വേറെ എന്തിനാ നമ്മൾ ആ പ്രശ്നത്തിനൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ.
അവര് വരുമ്പോ എന്താന്ന് വെച്ചാൽ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതിനിടയിൽ പിന്നെ കാണിക്കുന്നതുണ്ടല്ലോ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. അപ്പൊ നെടുമ്പുരയ്ക്കൽ വീട്ടിലാണെങ്കിൽ വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചെത്തിയില്ലല്ലോ. അപ്പം ബാലചന്ദ്രൻ തിരിച്ചെത്താത്തത് കൊണ്ട് തന്നെ അലീനയും കൊണ്ട് ബാലചന്ദ്രൻ മുങ്ങിയതായിരിക്കും, അവള് അങ്ങേരെയും കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും അവിടെ കിടന്ന് എന്താ പറയുക, വല്ലാത്ത രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് നമ്മുടെ വൈജ. അപ്പോൾ വൈജ ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും രോഹിത്തും ബബിതയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോളും പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാ, അലീന ചേച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി അലീന ചേച്ചി എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ, അമ്മയ്ക്കൊരു ശല്യം ആവുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്കൊന്നും അതിൻ്റെ ദണ്ണം അറിയത്തില്ലടി, നീയൊക്കെ വിവാഹം കഴിഞ്ഞൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴേ അറിയത്തുള്ളൂ. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനെ വീട്ടിൽ വിളിച്ച് വരുത്തി ഇപ്പം റിസോർട്ടാണോ എവിടെയാണെന്ന് ആർക്കറിയാം പോയേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നതേ മിക്കവാറും ബാലചന്ദ്രൻ തിരിച്ചിനി വീട്ടിലേക്ക് വരത്തില്ല. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് തന്നെയല്ലേ അമ്മയ്ക്കും ഇഷ്ടം, ഇങ്ങോട്ട് അച്ഛൻ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത്രയും വലിയ സന്തോഷമല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് അത്രയും വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സന്തോഷമല്ലല്ലോ നിങ്ങൾ കണക്കിലെടുക്കുന്നത്, എൻ്റെ സന്തോഷം ഇത്ര നാൾ നിങ്ങൾ കണക്കിലെടുത്തിട്ടുമില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടത് അലീന ചേച്ചീനെയും അതുപോലെ നിങ്ങളുടെ അച്ഛൻ്റെയും സന്തോഷമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രോഹിത് പറഞ്ഞു, അമ്മേ ഇനിയെങ്കിലും നിർത്ത്, മതി, ഇത് കുറച്ച് ഓവറാ, കുറേ നേരമായില്ലേ തുടങ്ങിയിട്ട്, ഇത് കുറച്ച് ഓവറാണ്, ഇനിയെങ്കിലും നിർത്ത്, മതി സംസാരിച്ചത്, എപ്പോഴും ഇങ്ങനെ എന്തിനാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ അമ്മയെ ഒന്നും അല്ലാണ്ടായി പോവുകയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നീയൊക്കെ പറയടാ, നീയൊക്കെ പറയ, എന്ന് വരെ നിങ്ങൾ പറയുമെന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ആര്, നമ്മുടെ വൈജ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം മൂട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്നുള്ള രീതിയല്ലാതെ വൈജയ്ക്ക് അവിടെ വേറൊരു ആൻസർ ഇല്ല രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോളൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നേരെ ഫോൺ വിളിക്കുന്നുണ്ട് കമലെ വൈജ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ അവളെയും കൊണ്ട് സർക്കിട്ട് അടിക്കാൻ പോയേക്കുകയാണ്, അവളെയും കൊണ്ട് വേറെ എങ്ങോട്ടോ പോയേക്കുകയാണ്, മിക്കവാറും വേറെ എവിടെയെങ്കിലും വീടെടുത്ത് വെച്ച് താമസിപ്പിക്കാനായിരിക്കും, അവളെ എവിടെയെങ്കിലും ഒളിച്ച് താമസിപ്പിച്ചിട്ട് ഇങ്ങേർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ, അതിനായിരിക്കും, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് കൊടുത്താൽ തീരാന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമലയോട്. കമലയപ്പം എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കമലയുടെ കാര്യം അറിയാമല്ലോ. ഏതായാലും കമല ഈ കാര്യം ചെന്ന് നമ്മുടെ ശിവശങ്കര മേനോനും ഗോവിന്ദനല്ലല്ലോ സോറി ശിവശങ്കര മേനോനോടും ഗംഗാധര മേനോനോടും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും അവർക്കറിയാം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയേക്കുന്നത് അലീനയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യത്തിൽ സംശയമില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ വേറെ കാര്യം നോക്ക്, നീ ഇനി അവളെ വിളിച്ച് എരികേറ്റി കൊടുക്കാതിരിക്കുക എന്നൊക്കെ കമലയോട് പറയുന്നുള്ളൂ. തരിച്ച് കയറുന്നുണ്ട് ശിവശങ്കര മേനോന്, ഒരൊറ്റ അടി വെച്ച് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പേടിയാന്ന് തോന്നുന്നു ഇവന്മാർക്കൊക്കെ. എന്തായാലും കാത്തിട്ട് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് ഒറിജിനൽ എപ്പിസോഡ് ഇന്ന് എത്തിയിട്ടില്ല, ഞാനിപ്പോൾ ഒരു ചെറിയൊരു പ്രമോ വിശേഷമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് വരുന്ന ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കിന്ന് ഒറിജിനൽ വിശേഷം വരുന്നത്. സീനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായാലുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.